ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നി എന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അച്ഛൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് പൗരോഹിത്യ ശുശ്രൂഷകളിൽ പങ്കെടുക്കുക എന്നതിനെ കുറിച്ചാണ്. ഒരു വൈദികനിലൂടെ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകളിൽ നാം പോയി പങ്കെടുക്കണം. അതിൽ നാം പങ്കാളികളായി നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹം സ്വീകരിക്കണം. ഇത് നമ്മുടെ ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം യേശു പഠിപ്പിച്ചു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അത്രയും ഉയർന്ന ഒരു സ്ഥാനം യേശു അയച്ച യേശുവിൻ്റെ ഒരു ശിഷ്യനെ സ്വീകരിക്കുന്നവന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. വീണ്ടും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം തിരുലിഖിതം, പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ഞാൻ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പൗരോഹിത്യ അഭിഷേകം സ്വീകരിച്ച ഒരു വ്യക്തിയുടെ പൗരോഹിത്യ അഭിഷേകമുള്ള ഒരു വൈദികന്റെ ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ സ്വർഗം നമ്മളെ ഓർത്ത് സന്തോഷിക്കുന്നുണ്ട്. നമുക്കായി ധാരാളം നന്മകൾ വർഷിക്കാൻ ദൈവമായ കർത്താവ് സന്തോഷത്തോടെ സന്നിഹിതമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ ശുശ്രൂഷ വേദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിരമ്പുഴ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ ഒരു വ്യക്തി ആ വ്യക്തിയുടെ അനുഭവം പറഞ്ഞത് എന്നെ വല്ലാതെ സ്പർശിച്ച്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 18-ാമത്തെ വാക്യത്തിൽ ഈശോ പൗരോഹിത്യത്തിന് പകർന്നു നൽകിയ ഒരു അധികാരം എങ്ങനെ വ്യാപരിച്ചു എന്നാണ് ആ വ്യക്തിയുടെ അനുഭവം എനിക്ക് ബോധ്യം തന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യം പഠിപ്പിക്കുന്നതാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതല്ല സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതല്ല സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. ഒരച്ഛൻ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് തടസ്സങ്ങൾ മാറട്ടെ, തിന്മയെ ശാസിക്കുന്നു വിട്ടുപോട്ടെ എന്ന് പറയുമ്പോൾ കാലങ്ങളായുള്ള ആ തിന്മയുടെ കോട്ടകൾ തകരും. ജെറീക്കോ കോട്ടയുടെ മേൽ എങ്ങനെ ദൈവശക്തി വ്യാപരിച്ചുവോ അതുപോലെ പ്രതികൂലങ്ങളുടെ മേൽ തിന്മകളുടെ മേൽ ദൈവശക്തി ഇറങ്ങുന്ന സമയമാണ് ഒരു വൈദികന്റെ ശുശ്രൂഷ നമുക്കായി നൽകപ്പെടുന്ന സമയം. ഒരു അനുഭവം ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസ്, അതിരമ്പഴയിൽ തന്നെയാണ് വീട്. അതിരമ്പഴയിൽ നിന്ന് കർത്താവ് ഒരു ദാസനെ ഉയർത്തി. എനിക്ക് ഉള്ള പ്രശ്നം എപ്പോഴും ഉറക്കം എന്നുള്ള ഒരു പ്രശ്നമാണ്. ഉറക്കം? അതെ, എപ്പോ ഇരുന്നാലും ഉറങ്ങിപ്പോവും. അതിവിടെ കുറെ പേർക്കുള്ളതാണ്, ധൈര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ദൈവവചനം കേൾക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഉറക്കം വരുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അതിൽ ഏറ്റവും അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം വാഹനം ഓടിക്കാൻ കയറുമ്പോൾ സ്വല്പം ഓടിച്ചു കഴിയുമ്പോൾ ഉടനെ ഉറക്കം വരിക എന്നുള്ളതാണ്. അതിന്റെ പരിണതഫലമായി ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി, ഞാൻ ഉറങ്ങിപ്പോയി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ വണ്ടി എന്നൊരു വീടിന്റെ മതിലിന്റെ ഇടിക്കുകയും വണ്ടി മറിഞ്ഞു പോയിട്ടും ഞാൻ അറിഞ്ഞില്ല. അത് കഴിഞ്ഞാണ് ഞാൻ അറിയുന്നത് കാഠിന്യം. അങ്ങനെയാണ് ഞാൻ അതിനുവേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം കാരിസ്ഭവനിൽ അഭിഷേകാഗ്നിയിൽ ഞാൻ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷത്തെ അഭിഷേകാഗ്നിയിൽ ഈ ചേട്ടൻ വന്ന് ഈ ഒരു ദുഃഖഭാരത്തോടെയാണ് പറഞ്ഞത്. ശരിക്കും പ്രാർത്ഥിച്ചു. അപ്പോൾ ആരാധനയുടെ സമയത്ത് അച്ഛൻ പറഞ്ഞു, വാഹനം ഓടിക്കുമ്പോൾ ഉറക്കം വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നുവെന്ന്. ഞാനത് മനസ്സുകൊണ്ട് ഞാൻ തന്നെയാണെന്ന് അങ്ങ് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇതുവരെ ആയിട്ട് വാഹനം ഓടിക്കുമ്പോൾ ആ ഉറക്കത്തിന്റെ ഒരു ടെൻഷൻ എനിക്ക് വന്നിട്ടില്ല. നന്ദി. നോക്കി എത്ര പ്രകടമായ അത്ഭുതമാണ്. അന്ന് ഈ സഹോദരൻ ഈ ഹൃദയം അനൗൺസ് ചെയ്ത് വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നു.
ആ സെക്കൻഡിൽ ഈ സഹോദരൻ അത് ക്ലെയിം ഉള്ളതാണ്. എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തി. അതോടുകൂടെ ആ ഒരു അവസ്ഥ മാറി പുതിയൊരവസ്ഥയിലേക്ക് യേശു ക്രിസ്തു ഈ എളിയദാസനെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, വാഹനം ഓടിച്ചിട്ട് അത് ചെന്ന് ഒരു മതിലിൻ്റെ ഇടിച്ചിട്ടും ഉറക്കം തെളിഞ്ഞില്ല. എന്നിട്ട് വണ്ടി മറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എന്തോ ഒരു അനക്കം പോലെ തോന്നി, നമുക്ക് വണ്ടി മറിഞ്ഞു കിടന്നു. എനിക്കൊരു കുഴപ്പവും ഒന്നുമില്ലായിരുന്നു. ദൈവം സംരക്ഷിച്ചു. അത് മാലാഖമാരയച്ച് ദൈവം സംരക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വലിയ അനുഗ്രഹം കർത്താവ് ഈ ദാസന് വേണ്ടി ചൊരിഞ്ഞു. നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കാം. ഒരു നിസ്സാര സംഗതിയല്ല ഇത്. ഇത് മാത്രമല്ല, ഇത് നിങ്ങൾ ആത്മാർത്ഥമായി കൈയടിച്ചാൽ നിങ്ങളുടെ ഉറക്കം പോയി കിട്ടിക്കോളും. പോരാ 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 പോരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു വലിയ അത്ഭുതം, ഒരു ദൈവികമായ ഒരു ഇടപെടൽ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ ആഗ്രഹിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഒരുപക്ഷെ ഈ ശുശ്രൂഷ ആദ്യമായി പങ്കുചേരുന്ന കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ലക്ഷോപലക്ഷ കുടുംബങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഈ സമയം യേശുക്രിസ്തു സമൃദ്ധിയോടെ കുടുംബത്തെ കടാക്ഷിക്കുന്ന സമയമാണ്. ജീവിതങ്ങളെ അവിടുന്ന് അനുസ്മരിക്കുന്ന സമയമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, രക്ഷകനായ യേശുവേ, രക്ഷകനായ യേശുവേ. എല്ലാവരും അതരം തുറന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. ഒരു ധ്യാനത്തിൽ കുടുംബം എന്നതുപോലെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. കുട്ടികൾ മാതാപിതാക്കന്മാർ ചേരുക. ഏതെങ്കിലും അപ്പനും അമ്മയും പ്രാർത്ഥിക്കാൻ വിമുഖതയുണ്ടെങ്കിൽ ഇപ്പോൾ എളിമപ്പെടുക. ഇപ്പോൾ കർത്താവിന്റെ സഭയുടെ ഒരു ശുശ്രൂഷയല്ലേ ഇത്. എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്നു, യേശുവേ, യേശുവേ, അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളുടെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. പ്രാർത്ഥനാ വരങ്ങൾ നൽകണമേ. കർത്താവേ, കാലങ്ങളായി കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര പീഡകളെയും അവിടുന്ന് ഇപ്പോൾ ശാസിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, അതിനെ തുറന്ന് എല്ലാ മക്കളും ഉത്സാഹത്തോടെ വലിയ ഉണർവോടെ ഓ ദൈവശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ഈ കുടുംബങ്ങളെ കാലങ്ങളായി അലട്ടിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദുർശക്തികളെയും ദുരദൃഷ്ടങ്ങളെയും അന്ധകാരങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു. വിട്ടുമാറി പോട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മറ്റെല്ലാ ജീവിത അന്തസ്സിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു നിലയിൽ അവിടുത്തെ അഭിഷിക്തരെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആത്മീയ അധികാരങ്ങൾ, സ്വർഗീയ അധികാരങ്ങൾ യേശു തെരഞ്ഞെടുത്ത് യേശു അപ്പസ്തോലിക ശുശ്രൂഷ, അപ്പസ്തോലിക ദൗത്യമേൽപ്പിച്ച ശിഷ്യന്മാരുടെ മേൽ പകർന്നു കൊടുത്തു. അതിൻ്റെ ഒരു രംഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. 1 മുതലുള്ള തിരുലിഖിതങ്ങൾ അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച്, എത്ര പേരെയാ? 12 പേരെ. 12 പേരെ എന്ന് പറഞ്ഞാൽ 72 പേര് വേറെയുണ്ട്. അതുകൂടാതെ ജനക്കൂട്ടങ്ങൾ. യേശുക്രിസ്തുവിന് ഒരുപാട് ലെവലിലുള്ള, ഒരുപാട് റേഞ്ചിലുള്ള ശുശ്രൂഷകരുണ്ടായിരുന്നു. ഇത് ഈ 12 പേരെന്ന് പറയുന്നത് യേശുക്രിസ്തു പ്രത്യേകം തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാരാണ് അവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ
ദൈവം ഒരുപാട് യേശുക്രിസ്തുവിൽ മാമോദീസ മുങ്ങുന്ന വ്യക്തികൾക്കെല്ലാം ധാരാളം അധികാരങ്ങളുണ്ട്. സഭയിലെ മക്കൾക്ക് ധാരാളം അഭിഷേകങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അതിൽ നിന്നും അനേക വിധത്തിൽ യേശു അപ്പസ്തോലന്മാരെ വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ അപ്പോസ്തലന്മാർക്ക് പകർന്നു കൊടുത്ത അധികാരങ്ങളാണ് പൗരോഹിത്യ പട്ടം, തിരുപ്പട്ടം കൊടുക്കുന്ന സമയത്ത് ബിഷപ്പുമാരുടെ കൈവപ്പ് വഴി ഓരോ വൈദികനിലേക്കും പകർന്നു കിട്ടുന്നത്. Praise the Lord. Praise the Lord. അവർ സാധാരണ മാമോദിസ മുങ്ങിയ സാധാരണ വിശ്വാസികളിൽ നിന്ന് തിരുപ്പട്ടം അല്ലെങ്കിൽ പൗരോഹിത്യ അഭിഷേകം എന്ന ആ കൂദാശ സ്വീകരിച്ചത് വഴി അവർ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്, 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ഏതൊക്കെ രോഗങ്ങളാ? എല്ലാ രോഗങ്ങളും. എല്ലാ രോഗങ്ങളും വ്യാധികളും, പകർച്ചവ്യാധികൾ, മാരകവ്യാധികൾ, തീരാവ്യാധികൾ, ചികിത്സയില്ലാത്ത വ്യാധികൾ, എല്ലാ വ്യാധികളുടെ മേലും യേശു ശിഷ്യന്മാർക്ക് അധികാരം നൽകി. എല്ലാ രോഗങ്ങളുടെ മേലും യേശു ശിഷ്യന്മാർക്ക് അധികാരം നൽകി. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വൈദികൻ പൗരോഹിത്യം സ്വീകരിക്കുമ്പോൾ ആ പൗരോഹിത്യ അഭിഷേക കൂദാശയിലൂടെ തന്നെ ആ വൈദികന്റെ മേൽ കർത്താവ് സഭയ്ക്ക് നൽകിയിരിക്കുന്ന രോഗത്തിന്റെ മേൽ അധികാരമുള്ള ഒരു വ്യക്തിയാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. വ്യാധികളുടെ മേൽ അധികാരമുള്ള ഒരു വ്യക്തിയാക്കി കർത്താവ് രൂപാന്തരപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ വ്യാധികളുടെ മേലും അധികാരം നൽകിയതിനു ശേഷം യേശു അവരെ തൻ്റെ നാമത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അയക്കുന്ന രംഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിലുണ്ട്. അവിടെ രണ്ട് പേരായി അവർ അയക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളിൽ യേശു അവർക്ക് ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണെന്ന് വായിക്കുന്നത്: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി നിങ്ങൾ കൊടുക്കുവിൻ. അപ്പോൾ പൗരോഹിത്യത്തോട് ദൈവം ഈ രോഗത്തിന്റെ മേൽ അധികാരം ചേർത്ത് വെച്ചിട്ട് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് പ്രസംഗിക്കാൻ അവർ അയച്ചിട്ട് യേശു പറയാണ്, നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ. ഇത് ഈശോയുടെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ അവിടെയുള്ള രോഗികളുടെ മേൽ യേശുവിന് ഒരു പ്രത്യേക മനസ്സലിവുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ നേരിട്ട് ദേവാലയത്തിൽ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും, ഒരു കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോഴാണെങ്കിലും, ടെലിവിഷന്റെ മുമ്പിലിരുന്ന് ശുശ്രൂഷ കൂടുമ്പോഴാണെങ്കിലും, ദൈവം നിങ്ങൾ കർത്താവിന്റെ സഭയുടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിന്റെ വലിയൊരു ആഗ്രഹമാണ് അതിൽ പങ്കെടുക്കുന്ന രോഗികളുടെ മേൽ ഒരു വ്യത്യാസം ഉണ്ടാകണം. ഇതാ അഭിഷേകാഗ്നി പ്രോഗ്രാം കൂടിയപ്പോൾ തന്നെ ഒരു കുടുംബത്തിന്റെ അനുഭവം അവർ പങ്കുവെക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സുരേഷ്. ഞങ്ങൾ റാന്നി കണ്ണമ്പള്ള ഇടവകയാണ്. റാന്നി പ്രദേശത്തു നിന്നാണ് കുടുംബം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എൻ്റെ മോൻ്റെ കാര്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്, സാക്ഷ്യം പറയുന്നതിനാണ്. എൻ്റെ മോന് ജനിച്ച് 1.5 വയസ്സായപ്പോൾ അവൻ നടക്കാൻ തുടങ്ങിയപ്പോൾ കാല് ബുദ്ധിമുട്ടായിരുന്നു. ഇടത് കാൽഭാഗത്തിന് ആർച്ച് വളരെ കുറവായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഒരു ഷൂ ധരിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആ ഷൂ ധരിക്കുകയും ആ കൂടെ ഞങ്ങൾ സെഹിയോനിൽ അട്ടപ്പാടി മാസവാദ്യ വെള്ളിയാഴ്ച പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. 1 വർഷം ഞങ്ങൾ ഷൂ ധരിക്കും, പക്ഷെ എന്നാൽ അതിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു വീണ്ടും ഷൂ ധരിക്കാൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അതിന് പകരം അഭിഷേകാഗ്നി പ്രോഗ്രാം ശാലോം TV കാണുകയും ശാലോം ചാനലിൽ കൂടെ അട്ടപ്പാടിയിൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ വീട്ടിലിരുന്നാണ്ട് കാണാൻ തുടങ്ങി. കാണുകയും ഞങ്ങളെല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ആ നേരത്ത് അവൻ്റെ കാൽപാദം TV-യുടെ നേരെ കാണിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാൽപാദം TV-യിൽ പരിശുദ്ധ കുർബാന ആരാധന നടക്കുന്ന സമയത്ത് എൻ്റെ യേശുവെ എൻ്റെ കാലിന് തൊടണേന്ന് പറഞ്ഞ് കാൽപാദം അങ്ങനെ TV-യുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ച്. അതിനുശേഷം കാൽപാദത്തിൻ്റെ ആർച്ച് നേരെയാവുകയും അവൻ നടക്കുമ്പോൾ വീഴാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് നടക്കുമ്പോൾ വീഴുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു.
അതിന് ആർച്ച് ശരിക്കും അല്ലാത്തതുകൊണ്ട് കാല് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണോണ്ട് ശരിക്കും ബാലൻസ് ഇല്ലാതെ മറിഞ്ഞ് വീഴുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ അഭിഷേകാഗ്നി വചന ശുശ്രൂഷ ടി വിയിലൂടെ നടക്കുന്ന സമയത്ത് ഈ കാൽപാത ടി വിയുടെ അങ്ങോട്ട് നീട്ടിപ്പിടിച്ചിട്ട് യേശുവേ തൊടണമേന്ന് പറഞ്ഞ് കുടുംബം മുഴുവനും കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് കാൽപാദത്തിന് ആർച്ച് ദൈവം അങ്ങോട്ട് കൊടുത്ത് ഇപ്പോൾ കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് നടക്കാം, വീഴാതെയൊക്കെ നടക്കാൻ പറ്റും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷനിലൂടെ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിൽ ആ ദൈവരാജ്യ ശുശ്രൂഷ പങ്കുചേർന്നപ്പോൾ കർത്താവ് വേദനയോടിരുന്ന കുടുംബത്തിന്റെ ദുഃഖത്തിലേക്ക് അങ്ങോട്ട് ഇടപെട്ട് കർത്താവിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ് ഒരു ദൈവരാജ്യ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന രോഗികളുടെ മേൽ ഇടപെട്ട് സൗഖ്യം കൊടുക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറ്റൊരു മേഖലയാണ് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരുടെ ബന്ധനങ്ങൾ അഴിച്ച് അവരെ റിലീസ് ചെയ്യണം, അവരെ സ്വതന്ത്രരാക്കി വിടണം. യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ തന്നെ യേശു പറഞ്ഞിങ്ങനെയാണ്, ഇതാ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈശോ പറഞ്ഞു, ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതേ ഒരു ദൗത്യം പൗരോഹിത്യം കൊടുത്ത അപ്പോസ്തലന്മാരുടെ മേൽ, ആ ഒരു പൗരോഹിത്യ അഭിഷേകം സ്വീകരിക്കുന്ന ഓരോ ദൈവദാസന്മാരുടെ മേലും കർത്താവ് കൊടുത്തിരിക്കുകയാണ്. അതാണ് വിശുദ്ധ മത്തായി 18-ാം അധ്യായം 18-ാമത്തെ വാക്യം, നിങ്ങൾ അഴിക്കുന്നവ അഴിക്കപ്പെട്ടിരിക്കും. Praise the Lord. Praise the Lord. വചനം പ്രസംഗിക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ തടസ്സങ്ങളും വിഷമങ്ങളും വേദനയായിട്ട് ദൈവമായത് എൻ്റെ ദൈവമേ എന്ന് വിളിച്ചാൽ ആ ബന്ധനം അഴിക്കുന്ന ഒരു ദൈവശക്തി അവിടെ വ്യാപരിക്കും. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ലീലാമ്മ ജോർജ്. ഞാൻ ചെറുവാണ്ടൂരിൽ നിന്ന് വരുന്നു. എൻ്റെ ഇളയ മോൾക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കാരിസ്മോനിൽ നടന്ന അഭിഷേകാഗ്നി കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുകയും 5 ദിവസത്തെ കൺവെൻഷൻ ഞാൻ ശുശ്രൂഷയായാണ് പങ്കെടുത്തത്. അപ്പോൾ എൻ്റെ മോൾ ബഹ്റൈനിൽ 2 വർഷത്തെ ക്ലിനിക്കിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ 2 വർഷത്തെ കാലാവധി കഴിയുകയും ആ മാസം അവസാനം പോരേണ്ടതായി വരികയും ചെയ്തു. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ടിക്കറ്റ് വരെ എടുത്തതാണ് പോരാൻ, തിരിച്ചു പോരാൻ വേണ്ടി ടിക്കറ്റും എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, വിദേശത്ത് ജോലിയില്ലാതെ വിഷമിച്ച് കഴിയുന്ന ഒരു 8-10 മക്കളുടെ പേര് പറഞ്ഞു. അപ്പോൾ ഞാൻ തീർന്നു വിദേശത്ത് പോയി, അങ്ങനെ ഞാൻ എഴുതിയിരിക്കുന്ന വായിക്കുന്നത്, വിദേശത്ത് പോയി വിസയുടെ കാലാവധി തീർന്ന് ഒരു ജോലിയും കിട്ടാതെ തിരിച്ചു വരാൻ വേണ്ടിയിരിക്കുന്ന കുട്ടികളെ കർത്താവ് അനുഭവിക്കുന്നതായിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത് അങ്ങനെ അനൗൺസ് ചെയ്തു. അപ്പോൾ ഈ അമ്മച്ചി അത് വിശ്വസിച്ചു. എന്നിട്ടോ അപ്പോൾ അന്ന് തന്നെ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഫോൺ ചെയ്ത് പറയുന്നു, അവിടുത്തെ ബഹ്റൈൻ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ ആ നിമിഷം തന്നെ അവളെ എടുത്തു, അവിടെ നിൽക്കാനുള്ള ഇത് കിട്ടിയെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അന്ന് മുതൽ ഇപ്പോഴും അവിടെ ജോലി ചെയ്യുന്നു. ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. ഇവിടെ അനൗൺസ് ചെയ്ത ദിവസത്തിന്റെ പ്രത്യേകത അന്ന് രാത്രി രാജ്യം വിടണം അല്ലേ? 12 മണിയാകുമ്പോൾ രാജ്യം വിടണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഓർഡർ കിട്ടിയ കുട്ടിയാണ്. രാത്രി 12 മണിക്കുള്ളിൽ രാജ്യം വിടണം എന്ന് ഓർഡർ കിട്ടിയിരിക്കുന്ന സമയത്താണ് ഈ അമ്മ ഇവിടെ വന്നവർ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞു, ദേ കാലാവധി തീർന്ന് ജോലിയും കിട്ടുന്നില്ല, തിരിച്ചു വരാൻ വേണ്ടിയിരിക്കുന്ന കുട്ടീനെ കർത്താവ് അനുഗ്രഹിക്കും. ആ സമയത്ത് ഈ അമ്മ വിശ്വസിച്ച് അത് സ്വീകരിച്ച്. കുറെ അമ്മമാരവിടെ വന്നിരുന്നു, പക്ഷെ ഈ അമ്മയെ അത് വിശ്വസിച്ച് സ്വീകരിച്ച് ബാക്കിയുള്ള അമ്മമാര് പൊങ്ങി പോയി. അപ്പൊ ഈ അമ്മ സ്വീകരിച്ചപ്പോ എന്തായി, ഈ അമ്മയുടെ കുടുംബത്തിലേക്ക് ദൈവം അനുഗ്രഹിച്ച് അന്ന് രാത്രി 12 മണിക്കുള്ളിൽ രാജ്യം വിട്ട് പോകണമെന്ന് സ്പോൺസർ നിർദ്ദേശം കൊടുത്തിരുന്ന കുട്ടിക്ക് അപ്പൊ തന്നെ അവിടെ ജോലി കിട്ടി. പിന്നെ അങ്ങോട്ട് പോരേണ്ട ആവശ്യം ഉണ്ടായില്ല. ജോലിയിൽ ശമ്പളമൊക്കെ ജോലി നല്ല ഹോസ്പിറ്റലിൽ ജോലി ചെയ്യും. നല്ലൊരു ഹോസ്പിറ്റൽ, നല്ല ശമ്പളത്തോടെ, നല്ല സമാധാനത്തോടെ. നേരത്തെ ക്ലിനിക്കിലായിരുന്നു, ഇപ്പോൾ നല്ല ഹോസ്പിറ്റലാണ് ജോലി കിട്ടിയിരിക്കുന്നത്. പിന്നെ നല്ല നിലയിൽ നടത്താൻ ദൈവത്തിന് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിക്കുന്നത് വഴി നമ്മൾ നമ്മുടെ കുടുംബം അനുഗ്രഹം പ്രാപിക്കും. അതുകൊണ്ട് സാത്താൻ വളരെ കൗശലപൂർവ്വം പൗരോഹിത്യ ശുശ്രൂഷയോടൊരു വെറുപ്പ്, ഒരു അകൽച്ച, നമുക്ക് നമ്മുടെ കുടുംബത്തിന് അങ്ങോട്ട് പോകാൻ തോന്നാത്തൊരവസ്ഥ, അംഗീകരിക്കാൻ തോന്നുന്ന അവസ്ഥ, കുറ്റം പറയുന്ന അവസ്ഥ, ഒരു പീഡ, ഒരു അന്ധകാര പീഡ അയച്ച് നമ്മളെ പൗരോഹിത്യത്തിൽ നിന്ന് വേർപെടുത്താൻ സാത്താന്റെ കഴിവിന്റെ പരമാവധി അവൻ നോക്കിയിരിക്കും. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് അനുഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ലോകത്തിൽ ദൈവമേ
ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാൻ, അവിടുന്ന് ഉയർത്തിയിരിക്കുന്ന പൗരോഹിത്യ ശുശ്രൂഷയെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ പരിശുദ്ധാത്മാവിനെ സഹായിക്കണമേ. ബലഹീനരും ദുർബലരുമായ മനുഷ്യരുടെ കൈകളിലാണല്ലോ പൗരോഹിത്യം അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, അവരുടെ ആയിരിക്കുന്ന അവസ്ഥ ഉൾക്കൊണ്ട് അവരുടെ ശുശ്രൂഷകളിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് തുറവി നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, പൗരോഹിത്യത്തോട് വന്ന അകൽച്ച, പൗരോഹിത്യത്തെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, പൗരോഹിത്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, അതെല്ലാം സൗഖ്യപ്പെടുത്തണമേ. അഭിഷേകം ചെയ്യണമേ. ഹൃദയം തുറക്കാൻ ഇടവരുത്തണമേ. സ്നേഹിക്കാൻ കഴിവ് നൽകണമേ. എല്ലാ മുറിവുകളും ഉറക്കണമേ. സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന. യേശുവേ, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗീയവാതിൽ തുറന്നു ജീവന്റെ മന്ന പൊഴിഞ്ഞു പുതുജീവൻ നൽകിയിടുവാൻ ആത്മാവിൽ നിറയുന്നിതാ. സ്വർഗീയവാതിൽ തുറന്നു. വാതിൽ തുറന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ലോകം മുഴുവനുമുള്ള പൗരോഹിത്യ ശുശ്രൂഷയുള്ള എല്ലാ വൈദികരോടും എല്ലാ ബിഷപ്പുമാരോടും ചേർന്ന് അപ്പസ്തോലിക സഭയുടെ ആ മുഴുവൻ കൂട്ടായ്മയിൽ ദിവ്യകാരുണ്യ ആശീർവാദം നൽകി ഈ സമയം ഇപ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ ബ്ലസ് ചെയ്യാൻ പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ ഇപ്പോൾ രണ്ട് കരങ്ങളും യേശുവിലേക്ക് ഉയർത്തി ഉറക്കെ, എത്രമാത്രം ഉറക്കെ നിങ്ങൾക്ക് പ്രാർത്ഥന തീക്ഷ്ണതയുടെ കുടുംബം ഒന്നിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കണം. രോഗികളിൽ വലിയ ശക്തി കുടുംബത്തിലേക്ക് പ്രവഹിക്കുകയാണ്. ഒരു വലിയ പൗരോഹിത്യത്തിൻ്റെ ഒരു ശുശ്രൂഷ നിങ്ങൾക്കായി ചെയ്യാൻ പോവുകയാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. യേശുവേ, യേശുവേ. ഇപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക് അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു. യേശുവേ, 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 യേശുവേ. ഓരോ കണ്ണുകളിലേക്ക് ഇടപെടണമേ. ഓരോ വേദനയ്ക്ക് ഇടപെടണമേ. ദുഃഖത്തിലേക്ക് ഇടപെടണമേ. ആരാധന, ആരാധന, ആരാധന.